ക്രിമിനലുകളുടെ സംഘമായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നൊഴിയാതെ അടുത്തു വന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാനുള്ളത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എല്ലാം ഒരു പ്രത്യേക യുവജന സംഘടനയുടെ പേരിനോടൊപ്പം ചേർന്ന് വരുന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് തിരുവമ്പാടിയിൽ KSEB ഓഫീസിൽ അക്രമം നടത്തിയ ആളെ കുറിച്ചാണ്. അതിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും ഈ ബന്ധം. സ്വന്തം ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ച ഗാർഹിക പീഡന നിയമപ്രകാരം നടപടി നേരിടുന്ന ഒരുത്തൻ. കുറച്ചുനാൾ മുമ്പാണ് പോക്സോ കേസിലെ ഒരു പ്രതിയുടെ വാർത്ത വന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ രണ്ടാം പ്രതിയായി വന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാൻ മുഹമ്മദ്. ഒളിവിൽ കഴിഞ്ഞ ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് വരെ ഇറക്കിയിരുന്നു. എറണാകുളത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇയാൾ. അതായത് ചില്ലറ കക്ഷിയൊന്നുമല്ല, പ്രധാനപ്പെട്ട നേതാവ്. ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളിനെ കേരളം മറന്നിട്ടില്ല. കോൺഗ്രസിന്റെ AICC നേതാവ് കൂടിയായ മാത്യു കുഴൽനാടൻ MLA. അതിനു മുമ്പ് തന്നെ കുഴൽനാടനെതിരെ മൂവാറ്റുപുഴയിലെ MSF പോസ്റ്റർ അടിച്ചിറക്കിയിരുന്നു. മയക്കുമരുന്ന് മാഫിയ